ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 61ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിലെ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1938 വരെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കാലഘട്ടം. പഴയ കൊച്ചി രാജ്യത്ത് എറണാകുളത്ത് ചേരാനല്ലൂരിൽ 1885 മെയ് 24 കറുപ്പൻ ജനിച്ചു. പിതാവ് പാപ്പു, മാതാവ് കൊച്ചുപെണ്ണ്. കറുപ്പന്റെ ഭാര്യയായിരുന്നു കുഞ്ഞമ്മ. ഏകമകൾ പാർവതി. ജാതിഭേദത്തിന്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, അപ്പോ ജാതിഭേദത്തിന്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അഴീക്കൽ വേലുവൈദ്യന്റെ അടുത്ത് ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചു. വിദ്യാ കേന്ദ്രമെന്ന നിലയിൽ അക്കാലത്ത് പ്രശസ്തമായിരുന്ന കൊടുങ്ങല്ലൂരിൽ പഠനം നടത്തിയ കാലം പണ്ഡിറ്റ് കറുപ്പന്റെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടമാണ്. നിരവധി വിദ്യാലയങ്ങളിൽ അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1925 കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1925 പണ്ഡിറ്റ് കെ പി കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ നിരവധി വിദ്യാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കറുപ്പന്റെ ശ്രമഫലമായി ഗവൺമെന്റ് അധസ്ഥിതരുടെ ക്ഷേമത്തിനായി പുതിയ വകുപ്പിന് രൂപം നൽകി. കറുപ്പൻ ആ വകുപ്പിന്റെ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി നിയമിതനായി. അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ എന്ന നിലയിൽ കറുപ്പൻ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. അധസ്ഥിതർക്കിടയിലുള്ള അന്ധവിശ്വാസം ദൂരീകരിക്കാൻ ആചാരഭൂഷണം എന്ന കൃതി രചിച്ചു. അപ്പോ അന്ധവിശ്വാസികൾക്ക് ഇടയിൽ എന്താണ് ഈ പറയുന്ന ആചാരഭൂഷണം എന്ന കൃതി രചിച്ചത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാ? അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ എന്ന നിലയിൽ കറുപ്പൻ എന്താണ് നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അധസ്ഥിതർക്കിടയിലെ അന്ധവിശ്വാസം ദൂരീകരിക്കാൻ ആചാരഭൂഷണം എന്ന കൃതി രചിച്ചത് ആരാണ് താഴെ പറയുന്നവയിൽ എന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഫിഷറി സ്കൂൾ സ്ഥാപിക്കാനും കറുപ്പൻ മുൻകൈയെടുത്തു. കേരള ലിങ്കൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഒത്തിരി തവണ PSC ബേസ് ലെവൽ ചോദ്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്. കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരള ലിങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1931 കറുപ്പൻ വെർണാക്കുലർ എഡ്യൂക്കേഷന്റെ സൂപ്രണ്ടറായി നിയമിതനായി. 1935 മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. അപ്പോൾ 1935 മഹാരാജാസ് കോളേജിൽ അധ്യാപകനായ വ്യക്തിയാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഇക്കാലയളവിൽ മദ്രാസ് സർവകലാശാലയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനായും എറണാകുളം മുനിസിപ്പൽ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിരുന്നു. പണ്ഡിറ്റ് കറുപ്പന് കവി തിലകൻ എന്ന ബഹുമതി നൽകിയത് കൊച്ചി രാജാവാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ ബഹുമതി നൽകി ആചരിച്ചു. കറുപ്പൻ അധസ്ഥിതരുടെ ക്ഷേമത്തിനായി പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിച്ചു. തേവരയിൽ വാലസമുദായ പരിഷ്കരണീ സഭയും കൊടുങ്ങല്ലൂരിലെ ആനപ്പുഴയിൽ കല്യാണദായിനി സഭയും വൈക്കത്ത് വാലസേവാ സമിതിയും രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ, ഏങ്ങണ്ടിയൂരിൽ അരയവംശോദ്ധാരിണി സഭ, കുമ്പളത്ത് സന്മാർഗ പ്രദീപ പ്രഭ, പറവൂരിൽ സമുദായ സേവിനി തുടങ്ങിയവയും സ്ഥാപിക്കാൻ കറുപ്പൻ മുൻകൈയെടുത്തു. അതേപോലെ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വിവിധ പേരുകളിലും രൂപത്തിലും നടത്തിയിരുന്ന സമുദായോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത രൂപമുണ്ടാക്കാൻ യത്നിക്കുകയും അതേപോലെ തന്നെ അരയവംശോദ്ധാരിണി എന്ന പേരിലുള്ള കേന്ദ്ര സംഘടന രൂപവൽക്കരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചതും ആരാന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപവൽക്കരണത്തിന് കറുപ്പൻ മാർഗനിർദ്ദേശം പകർന്നു. ഇതാണ് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് പറയുന്ന വ്യക്തി.
കൊച്ചി പുലയ മഹാസഭയ്ക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1913 മെയ് 25-നാണ്. എറണാകുളം സെന്റ് ആൽബർട്ട് ഹൈസ്കൂളായിരുന്നു വേദി. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പ്രമുഖ എഴുത്തുകാരനായ TK കൃഷ്ണമേനോനായിരുന്നു. കൃഷ്ണാദി ആശാൻ സംഘടനയുടെ പ്രസിഡന്റും PC ചാഞ്ചൻ സെക്രട്ടറിയുമായി 1926 ചാഞ്ചൻ കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പുലയരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും അനാചാരങ്ങൾ തുടച്ചു നീക്കുന്നതിനും സാമ്പത്തിക ഉന്നമനങ്ങൾ കൈവരിക്കുന്നതിനും പുലയ മഹാസഭ ഊന്നൽ നൽകി. പ്ലൂറിസി എന്ന അസുഖം കാരണം 1938 മാർച്ച് 23-ന് കറുപ്പൻ അന്തരിച്ചു. അപ്പോൾ പ്ലൂറിസി എന്ന അസുഖം കാരണം മരിച്ച നവോത്ഥാന നായകൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ പ്ലൂറിസി എന്ന അസുഖം കാരണം മരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഉദ്യാന വിരുന്നിൽ അവഗണിക്കപ്പെട്ടതിൽ മനം നൊന്ത് രചിച്ചതാണ് ഉദ്യാന വിരുന്ന്. ചട്ടമ്പിസ്വാമി സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് രചിച്ചതാണ് സമാധി സങ്കല്പം. കറുപ്പന്റെ മറ്റൊരു പ്രശസ്ത രചനയാണ് ബാലകലേശം. 1919 കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് ഇത് രചിച്ചത്. എറണാകുളം സെന്റ് തെരേസ് കോളേജിൽ സമീപത്തുള്ള പണ്ഡിറ്റ് കറുപ്പന്റെ വസതിയുടെ പേരായിരുന്നു സാഹിത്യ കുടീരം. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ആരുടെ വസതിയുടെ പേരാണ് സാഹിത്യ കുടീരം എന്നുള്ളത്? അത് പണ്ഡിറ്റ് KP കറുപ്പന്റെ വസതിയാണ് സാഹിത്യ കുടീരം. സ്തോത്രമന്ദാരം, ലളിതോപഹാരം എന്നീ കൃതികളുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സ്തോത്ര മന്ദാരം, ലളിതോപഹാരം എന്നീ കൃതികളുടെ കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ 1885 to 1938 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. കേരള ലിങ്കൺ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതിഭേദത്തിന്റെ അർദ്ധശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് അതാണ് ആരെന്ന് പറയുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ ബഹുമതി നൽകി ആചരിച്ച വ്യക്തിയും ആര് തന്നെയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പ്ലൂറിസി ബാധിച്ച് മരിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. സ്തോത്രമന്ദാരം, ജാതിക്കുമ്മി, ലളിതോപഹാരം എന്നീ കൃതികളുടെ കർത്താവും ആര് തന്നെയാണ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. നമുക്ക് അടുത്തൊരു നവോത്ഥാന നായകനെ കുറിച്ച് നോക്കാം. അടുത്തൊരു നവോത്ഥാന നായകനാണ് ശുഭാനന്ദ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1882 മുതൽ 1950 വരെയാണ് ശുഭാനന്ദ ഗുരുദേവന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അസ്പൃശ്യതയുടെയും അടിമത്തത്തിന്റെയും ദുസ്വാധീനങ്ങളിൽ നിന്ന് അധസ്ഥിത വിഭാഗങ്ങളെ മോചിപ്പിക്കുന്നതിനും ദൈവത്തിന്റെ സർവസൃഷ്ടികളും സമമാണെന്ന തത്വം സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനും പരിശ്രമിച്ച സന്യാസി വര്യനാണ് ശുഭാനന്ദ ഗുരുദേവൻ. അപ്പോൾ അസ്പൃശ്യതയുടെയും അടിമത്വത്തിന്റെയും ദുസ്വാധീനങ്ങളിൽ നിന്ന് അധസ്ഥിത വിഭാഗങ്ങളെ മോചിപ്പിക്കുന്നതിനും ദൈവത്തിന്റെ സർവസൃഷ്ടികളും സമമാണെന്ന തത്വം സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനും പരിശ്രമിച്ച സന്യാസി വര്യനാണ് ശുഭാനന്ദ ഗുരുദേവൻ. 1882 ഏപ്രിൽ 28 ബുധനൂർ വില്ലേജിൽ സാംബവ സമുദായത്തിൽ ഇട്ട്യാത്തിയുടെയും കൊച്ചുനീലയുടെയും മകനായി ജനിച്ച പാപ്പൻകുട്ടിയാണ് പിൽക്കാലത്ത് ശുഭാനന്ദ ഗുരുദേവൻ എന്നായി മാറിയത്. അപ്പോൾ പാപ്പൻകുട്ടി എന്ന നാമത്തിൽ ബാല്യകാലത്ത് അറിയപ്പെട്ട നവോത്ഥാന നായകൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ശുഭാനന്ദ ഗുരുദേവനാണ്. 1927 മെയ് മാസത്തിൽ 480 അനുയായികളുമായി മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് ശുഭാനന്ദ ഗുരുദേവൻ തീർത്ഥാടന ജാഥ നടത്തി. 1930 ആലുംമൂട്ടിൽ K ഗോവിന്ദദാസന്റെ രക്ഷാധികാരിത്വത്തിൽ നടന്ന മത സമ്മേളനത്തിൽ ശുഭാനന്ദ ഗുരുദേവൻ പങ്കെടുത്തു. ചിത്രത്തിൽ കാണുന്ന ഈ ഒരു വ്യക്തിയാണ് ശുഭാനന്ദ ഗുരുദേവൻ എന്ന് പറയുന്ന
നവോത്ഥാന നായകൻ. അതേപോലെ 1934 കേരള സന്ദർശനത്തിന് ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവന്റെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ മതിപ്പ് തോന്നിയ ഗാന്ധിജി അതിനുള്ള പ്രവർത്തനങ്ങളിൽ തന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും സാമ്പത്തികമായ സഹായങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്തു. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി 1934 മഹാരാജാവിനെ കാണാൻ അനുയായികൾക്കൊപ്പം തിരുവനന്തപുരത്തെത്തിയ ശുഭാനന്ദ ഗുരുദേവന് മുറജപക്കാലമായതിനാൽ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചു. എന്നാൽ രാജാവിനെ കാണാതെ തിരികെ പോകില്ല എന്ന നിലപാടിൽ ശുഭാനന്ദ ഗുരുദേവൻ ഉറച്ചുനിന്നു. തുടർന്ന് രാജാവ് അനുമതി നൽകുകയും ശുഭാനന്ദ ഗുരുദേവൻ തന്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്നതിന് ശുഭാനന്ദ ഗുരുദേവൻ 1932 ആത്മബോധോദയ സംഘം രൂപവൽക്കരിച്ചു. ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശുഭാനന്ദ ഗുരുദേവൻ അനുയായികൾക്കൊപ്പം പദയാത്രയായി തിരുവനന്തപുരത്തെത്തി 1935 നവംബർ 10 മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചു. 1950 ശുഭാനന്ദ ഗുരുദേവൻ സമാധിയായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശുഭാനന്ദ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അദ്ദേഹം 1882 ടു 1950 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പാപ്പൻകുട്ടി എന്ന നാമധേയത്തിൽ ബാല്യകാലത്ത് അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ മാവേലിക്കരയിൽ വെച്ച് 1934 കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ സ്വീകരിച്ചതും ആര് തന്നെയാണ്? ശുഭാനന്ദ ഗുരുദേവനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാം. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. 1878 ടു 1916 സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ജീവരക്തം തൂലികയിൽ നിറച്ച് ഭരണവർഗത്തിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ സധൈര്യം പോരാടുകയും രാജാധികാരത്തിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തതോടൊപ്പം പ്രജാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുകയും ചെയ്ത നിർഭയനായ പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ കേരള ചരിത്രത്തിലെ ചിരസ്മരണീയനാക്കുന്നത്. ഓക്കെ. അപ്പോൾ ജീവരക്തം തൂലികയിൽ നിറച്ച് ഭരണവർഗത്തിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ സധൈര്യം പോരാടുകയും രാജാധികാരത്തിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തതോടൊപ്പം പ്രജാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുകയും ചെയ്ത നിർഭയനായ പത്രപ്രവർത്തകൻ. അതാണ് ആരെന്ന് പറയുന്നത്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. 1878 മെയ് 25 നെയ്യാറ്റിൻകരയിലാണ് രാമകൃഷ്ണപിള്ള ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിന്റെ പേരാണ് കൂടില്ലാ വീട്. ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. അന്നത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് നിങ്ങളും എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടില്ലാ വീട് ആരുടെ ഭവനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറ്റിൻകര രാമകൃഷ്ണ പിള്ളയുടെയാണ്. ഓക്കെ. വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാമകൃഷ്ണപിള്ള കലാസാഹിത്യാദികളിൽ തൽപരനായിരുന്നു. 1901 2 വർഷം കേരള പഞ്ചികയുടെ പത്രാധിപത്യം വഹിച്ച അദ്ദേഹം 1903 ജൂലൈയിൽ കൊല്ലം തങ്കശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന മലയാളിയുടെ പത്രാധിപരായി സ്ഥാനമേറ്റു. ഇക്കാലത്താണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയത്. ഉദ്യോഗസ്ഥരോടുള്ള കടുത്ത വിമർശനം കാരണം അദ്ദേഹത്തിന് അധികനാൾ കഴിയും മുമ്പേ സ്ഥാനമൊഴിയേണ്ടിയും വന്നു. 1905 രാമകൃഷ്ണപിള്ള തിരുവനന്തപുരത്ത് നിന്നും കേരളൻ ആരംഭിച്ചു. രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് അദ്ദേഹം കേരളിനിലൂടെ പ്രഖ്യാപിച്ചു. കെ നാരായണ ഗുരുക്കൾ രചിച്ച പാറപ്പുറം, ഉദയഭാനു എന്നീ കൃതികൾ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതിലൂടെ മലയാളത്തിൽ ആദ്യമായി രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ചതാണ് ഏതെന്ന് പറയുന്നത് അവതരിപ്പിച്ചത് കേരളനാണ്. 1906 ജനുവരി 17 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തതോടെ കേരളൻ നിലച്ചു.
1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ ആരംഭിച്ച വാരികയാണ് സ്വദേശാഭിമാനി. ഇതിന്റെ ആദ്യത്തെ പത്രാധിപൻ CP ഗോവിന്ദപിള്ളയായിരുന്നു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ള. 1907 പത്രവും അച്ചുകൂടവും തിരുവനന്തപുരത്തേക്ക് മാറ്റി. പത്രാധിപരായ രാമകൃഷ്ണപിള്ളയ്ക്ക് എല്ലാവിധത്തിലുള്ള സഹകരണവും പിന്തുണയും നൽകുന്നതിൽ മൗലവി ബദ്ധശ്രദ്ധനായിരുന്നു. ഭയലോക കൗടില്യങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന പ്രസ്താവന മുൻതാളിലുണ്ടായിരുന്ന സ്വദേശാഭിമാനിയുടെ മുഖപ്രസംഗങ്ങളിലൂടെ ശ്രീമൂലം തിരുനാൾ രാജാവിനെയും ദിവാൻ P രാജഗോപാല ആചാര്യയെയും നിശിതമായി വിമർശിച്ച രാമകൃഷ്ണപിള്ളയുടെ പേര് കുറഞ്ഞ കാലം കൊണ്ട് സ്വദേശാഭിമാനി എന്നായി. തിരുവിതാംകൂർ സർക്കാരിന്റെയും ദിവാന്റെയും ഭരണവൈകല്യങ്ങളെ നിശിതമായി വിമർശിച്ചെഴുതിയ മുഖപ്രസംഗങ്ങൾ രാമകൃഷ്ണപിള്ളയെ ഭരണകൂടത്തിന് അനഭിമതനാക്കി. തിരുവിതാംകൂറിലെ കൈക്കൂലിക്കാര്യം, രാജ്യസേവകരും തിരുവിതാംകൂർ ഗവൺമെന്റും, തിരുവിതാംകൂർ രാജഭരണം, സർക്കാർ സർവീസ് ദൂഷ്യം, ശങ്കരൻ തമ്പിയെ നാടുകടത്തരുതോ, തിരുവിതാംകൂർ ദിവാൻജി, മന്ത്രിജാലം തുടങ്ങി നിരവധി മുഖപ്രസംഗങ്ങളിലെ വിമർശനങ്ങൾ തിരുവിതാംകൂറിലെങ്ങും ശക്തമായ പ്രതികരണങ്ങൾ ഉണർത്തിവിട്ടു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് രാമകൃഷ്ണപിള്ള തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കി. ദിവാൻ P രാജഗോപാലാചാര്യയുടെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിച്ച് 1910 ഓഗസ്റ്റ് 24 എഴുതിയ ഗർഹ്യമായ നടത്തം എന്ന മുഖപ്രസംഗം ഇങ്ങനെ അവസാനിക്കുന്നു: വിശാഖം തിരുനാൾ തിരുമനസ്സുകൊണ്ടായിരുന്നു എങ്കിൽ മിസ്റ്റർ ആചാര്യയുടെ ഇന്നത്തെ കുറ്റത്തിന് തിരുമനസ്സിലെ കുതിരക്കാരന്റെ പൊളിച്ചുവിടുമായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്ദേഹമില്ല. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാരിന്റെ വിളംബരമുണ്ടായി. സ്വദേശാഭിമാനി പത്രം നിരോധിച്ച് അച്ചുകൂടവും ഉപകരണങ്ങളും കണ്ടുകെട്ടാനും ഉത്തരവായി. പ്രസ് സകല ഉപകരണങ്ങളോടുകൂടി കണ്ടുകെട്ടി പൂജപ്പുര സെൻട്രൽ ജയിലിൽ വർക്ക്ഷോപ്പിലേക്ക് മാറ്റപ്പെട്ടു. 48 വർഷങ്ങൾക്കു ശേഷം EMS സർക്കാരാണ് അനന്തരാവകാശികൾക്ക് പ്രസ് വിട്ടുകൊടുത്തത്. സ്വദേശാഭിമാനിയുടെ നാടുകടത്തലിനോട് സമാനതയുള്ള മറ്റൊരു സംഭവം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലില്ല. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു വ്യവസ്ഥാപിത നീതിന്യായ സമ്പ്രദായം നിലനിൽക്കെ കുറ്റപത്രമോ കുറ്റവിചാരണയോ കൂടാതെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് ഒരു സാധാരണ പൗരന് ലഭിക്കുന്ന പരിഗണനകൾക്ക് പോലും ജനസമ്മതിയുള്ള ഒരു പൗരപ്രമുഖനായ അദ്ദേഹത്തിന് നാടുകടത്തലിന്റെ കാര്യത്തിൽ ലഭിച്ചില്ല. തിരുവിതാംകൂർ രാജനീതിയുടെയും കേരള മാധ്യമ ചരിത്രത്തിലെയും ഒരു കറുത്ത അധ്യായമായി ഈ സംഭവം കരുതപ്പെടുന്നു. കുറച്ചുകാലം മദ്രാസിനടുത്ത് പേരിമേട്ടിനു സമീപം താമസിച്ച രാമകൃഷ്ണപിള്ളയും കുടുംബവും പിന്നീട് തരവത്ത് അമ്മാളുവമ്മയുടെ ആതിഥ്യം സ്വീകരിച്ച് പാലക്കാട്ടേക്കു മാറി. മലേഷ്യൻ മലയാളികൾക്ക് 1912 സെപ്റ്റംബർ 28 പാലക്കാട്ട് നടന്ന ചടങ്ങിൽ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദമുദ്ര സമർപ്പിച്ചു. 1913 മെയ് മുതൽ പാലക്കാട് സ്ഥിരതാമസമാക്കിയ രാമകൃഷ്ണപിള്ള കുന്നംകുളത്തു നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ആത്മപോഷിണിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തു. 1915 ഭാര്യ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് കണ്ണൂരിൽ ഒരു ജോലി ലഭിച്ചതിനാൽ താമസം കണ്ണൂരിലേക്ക് മാറ്റി. വിശ്രമമില്ലാത്ത ജീവിതം സമ്മാനിച്ച് ക്ഷയരോഗം കാരണം 1916 മാർച്ച് 28 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ക്ഷയരോഗം കാരണമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1916 മാർച്ച് 28 അന്തരിക്കുന്നത്. അതേപോലെ തന്നെ 25ഓളം കൃതികൾ രചിച്ച അദ്ദേഹം സാഹിത്യകാരൻ എന്ന നിലയിലും മലയാളി ഭാഷയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കാറൽ മാർക്സിനെ കുറിച്ചും അദ്ദേഹം എഴുതിയ കൃതിയാണ് ഒരു പ്രാദേശിക ഭാഷയിൽ ഇന്ത്യയിൽ മാർക്സിസത്തിനെ കുറിച്ച് ഉണ്ടായ ആദ്യ പുസ്തകം എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തത് 1912. വൃത്താന്ത പത്രപ്രവർത്തനം ആ വിഷയത്തെ സംബന്ധിച്ച ഏക മലയാള ഗ്രന്ഥമായി അരനൂറ്റാണ്ടുകാലം വർത്തിച്ചു. രാമകൃഷ്ണപിള്ളയുടെ മോഹൻദാസ് ഗാന്ധി രാഷ്ട്രപിതാവിനെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമാണ്. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാകുന്നു എന്ന് ആദ്യം പ്രവചിച്ചതും അദ്ദേഹം തന്നെയാണെന്ന് പറയപ്പെടുന്നു. K രാമകൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിക്കുന്ന വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത്
അദ്ദേഹത്തിന്റെ ഭാര്യ ബി കല്യാണിക്കുട്ടിയമ്മയാണ്. മെട്രിക്കുലേഷൻ ജയിച്ച് തിരുവനന്തപുരത്തെ ആദ്യ നായർ സ്ത്രീയായിരുന്നു അവർ. സ്വദേശാഭിമാനി തന്റെ മക്കൾക്ക് ഗോമതി എന്നാണ് പേരിട്ടത്. ഗോശ്രീ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നിങ്ങനെ മൂന്നായി കിടന്നിരുന്ന കേരളത്തിലെ പ്രദേശങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്താണ് ഈ പേരിട്ടത്. അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യകാല കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ബാരിസ്റ്റർ AK പിള്ള. സ്വദേശാഭിമാനിയുടെ മരുമകനായിരുന്നു, അതായത് ഗോമതിയുടെ ഭർത്താവ്. സ്വാതന്ത്ര്യാനന്തരം സ്വദേശാഭിമാനിയുടെ ഭൗതിക അവശിഷ്ടം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. 1948 സെപ്റ്റംബർ 26. ഇതിനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ കാര്യദർശി DC കിഴക്കേമുറിയായിരുന്നു. മേയർ എന്ന നിലയിൽ ഭൗതികാവശിഷ്ടം ഏറ്റുവാങ്ങിയത് S വരദരാജൻ നായരായിരുന്നു. സ്വദേശാഭിമാനിയെ നാടുകടത്തിയ ദിവാനായിരുന്നു P രാജഗോപാലാചാരിയുടെ മകനായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന S വരദരാജൻ. 1957 ഓഗസ്റ്റ് 13 രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. മാധ്യമ പ്രവർത്തന രംഗത്തെ മികവിനെ അംഗീകരിക്കാൻ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് T വേണുഗോപാൽ. ശോചനീയാവസ്ഥയിലായിരുന്ന സ്വദേശാഭിമാനിയുടെ ജന്മഗൃഹമായ കോടില വീട് 10 ലക്ഷം രൂപയ്ക്ക് അനന്തരാവകാശികളിൽ നിന്ന് വാങ്ങി തിരുവനന്തപുരം പ്രസ് ക്ലബിന് നൽകിയത് ചലച്ചിത്ര നടൻ സുരേഷ് ഗോപിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. കാരണം PSC എക്സാമുകളിൽ ഇനിയും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തൊരു നവോത്ഥാന നായകൻ കൂടി പഠിച്ച് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, PK ചാത്തൻ മാസ്റ്റർ. 1920 to 1988 ആണ് PK ചാത്തൻ മാസ്റ്ററുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മാടായിക്കോണത്ത് പുലയ സമുദായത്തിൽ 1920 PK ചാത്തൻ മാസ്റ്റർ ജനിച്ചത്. ഇരിങ്ങാലക്കുടയിൽ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് എറണാകുളം മഹാരാജാസിൽ ചേർന്നെങ്കിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുകാലം പ്രൈമറി സ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു. അപ്പോൾ താഴെ പറയുന്നവയിൽ മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാണ് PK ചാത്തൻ മാസ്റ്റർ. പിന്നീട് ചാത്തൻ മാസ്റ്റർ കർഷക തൊഴിലാളിയായ ദളിതരെ സംഘടിപ്പിച്ച് സമസ്ത കൊച്ചി പുലയ മഹാസഭ സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ PK കുമാരന്റെയും KV വാര്യരുടെയും സ്വാധീനമാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിൽ എത്തിച്ചത്. കൂടൽമാണിക്യ ക്ഷേത്രത്തെ നിരത്ത് തുറന്നു കിട്ടാനുള്ള പ്രക്ഷോഭത്തിലും പാലിയം സത്യാഗ്രഹത്തിലും ആവേശത്തോടെ പങ്കെടുത്ത ചാത്തൻ 1954 തിരുക്കൊച്ചി നിയമസഭാ അംഗമായി. 1957 ചാലക്കുടിയിൽ നിന്ന് വിജയിച്ച അദ്ദേഹം പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജനക്ഷേമം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ മന്ത്രിയായി സ്ഥാനമേറ്റു. 1970 തെരഞ്ഞെടുപ്പിൽ കിളിമാനൂരിലെ പ്രതിനിധാനം ചെയ്തത് നിയമസഭാ അംഗമായി അദ്ദേഹം 1977 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. 1988 ഏപ്രിൽ 22 PK ചാത്തൻ മാസ്റ്റർ അന്തരിച്ചു. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് AK ഗോപാലൻ. കാലഘട്ടം 1902 to 1977 AK ഗോപാലന്റെ കാലഘട്ടം. പാവങ്ങളുടെ പടത്തലവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട AKG എന്ന AK ഗോപാലൻ സുദീർഘകാലത്തെ ധന്യമായ പൊതുജീവിതത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ചിരസ്മരണീയനായ വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട AKG എന്ന AK ഗോപാലൻ സുദീർഘകാലത്തെ ധന്യമായ പൊതുജീവിതത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ചിരസ്മരണീയമായ വ്യക്തിത്വത്തിന് ഉടമയായി മാറി. ആദ്യ ലോകസഭയിലെ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ നേതാവായ AKG മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. AKG ലോകസഭയിൽ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാണിച്ചിരുന്ന താല്പര്യം പ്രസിദ്ധമാണ്. 1902 ജൂലൈയിൽ കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ മാവിലയിൽ ഐലത്ത് കുറ്റ്യേരി മാധവിയുടെയും വെള്ളുവൻ കോണത്ത് രൈരു നമ്പ്യാരുടെയും മകനായിട്ടാണ് ഗോപാലൻ ജനിച്ചത്. ഉൽപ്പതിഷ്ണുവായ അച്ഛൻ്റെയും മൂത്ത സഹോദരന്റെയും സ്വാധീനത്തിൽ വളർന്ന ഗോപാലൻ 7ാം ക്ലാസ്സിനു ശേഷം അധ്യാപകനായി ഒഴിവു സമയങ്ങളിൽ പൊതുപ്രവർത്തനത്തിൽ മുഴുകാനും അദ്ദേഹം താല്പര്യം കണ്ടെത്തി.
7 വർഷത്തോളം പെരളശ്ശേരിയിലും കോഴിക്കോടും AKG അധ്യാപകനായി ജോലി ചെയ്തു. മദ്യവർജന പ്രവർത്തനം, ഖാദി പ്രചരണം, ചർക്ക പ്രചാരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം എന്നീ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ 1930 കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ പുറപ്പെട്ടപ്പോൾ പയ്യന്നൂരിൽ സ്വീകരണം നൽകിയത് AK ഗോപാലന്റെ നേതൃത്വത്തിലായിരുന്നു. തുടർന്ന് അധ്യാപക ജോലി രാജിവച്ച AKG കോഴിക്കോട്ടെത്തി നിയമലംഘനം നടത്തി അറസ്റ്റ് വരിച്ചു. AKGയുടെ ആദ്യ ജയിൽവാസമായിരുന്നു അത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ പ്രചരണത്തിനായി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ക്ഷേത്ര സത്യാഗ്രഹ ജാഥയുടെ നേതാവ് സുബ്രഹ്മണ്യൻ തിരുമുമ്പും ജാഥ ക്യാപ്റ്റൻ AKGയുമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AKG യാഥാസ്ഥിതികരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സമയത്ത് നേതാക്കളുമായി അടുക്കാൻ കൂടുതൽ അവസരം ലഭിച്ചു. സോഷ്യലിസത്തെക്കുറിച്ച് പുതിയൊരു ബോധവുമായി ജയിലിൽ നിന്നിറങ്ങിയ ഒരു സംഘം യുവാക്കൾ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ദിശാബോധം നൽകുക എന്ന തീരുമാനവും എടുത്തു. 1935-38 കാലയളവിൽ AKGയുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചത് കോഴിക്കോടും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും തൊഴിലാളി സംഘടനകൾ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലാണ്. 1934 രൂപവൽകൃതമായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ AKG പ്രധാന പ്രവർത്തകരിലൊരാളായി മാറി. മുഴുവൻ സമയവും തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെട്ട AKG അവർക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും അവരിലൊരാളായി മാറി. 1935 ഫെബ്രുവരിയിലെ പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് AKG നേതൃത്വം നൽകി. മലബാറിനെ 1930കളിൽ ഇളക്കിമറിച്ച നിരവധി തൊഴിലാളി സമരങ്ങൾ AKG നയിച്ചു. അതേപോലെ തന്നെ 1936 മദ്രാസ് പ്രൊവിൻസിന്റെ ആസ്ഥാനമായ ചെന്നൈയിലേക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട കാൽനട ജാഥ നയിച്ചത് AKG ആണ്. പട്ടിണി ജാഥ എന്ന് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ ജാഥ കേരളത്തിലെ സോഷ്യലിസം പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 32 പേരാണ് ഈ ജാഥയിൽ AKGയെ അനുഗമിച്ചത്. പിന്നീട് തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ അനുഭാവം പ്രകടിപ്പിക്കാൻ KPCC തീരുമാനപ്രകാരം കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും AKG ആണ്. 28 പേരടങ്ങുന്ന ജാഥ കോഴിക്കോട് 1938 സെപ്റ്റംബർ 10 പുറപ്പെട്ടു. സെപ്റ്റംബർ 16 ജാഥ എറണാകുളത്തെത്തി. ജാഥയെ ആലുവയിൽ തടഞ്ഞ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 19 ആലപ്പുഴ ജയിലിലടച്ചു. തിരുവിതാംകൂർ ദിവാൻ സർ CPക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയതും AKG ആയിരുന്നു. തിരുവിതാംകൂറിലെത്തി ആലപ്പുഴയിൽ അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിക്കാനും ആരംഭിച്ചു. ചരിത്ര പ്രസിദ്ധമായ 38 ആലപ്പുഴ തൊഴിലാളി സമരത്തിന് AKG നേതൃത്വം നൽകി. പ്രഭാതം എന്ന പേരിൽ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ ആരംഭിച്ച പത്രത്തിന്റെ മാനേജരായും അദ്ദേഹം പ്രവർത്തിച്ചു. പ്രക്ഷോഭങ്ങൾക്കിടയിൽ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ട AKG ഒളിവു ജീവിതത്തിനിടയിലും തിരുച്ചിറപ്പള്ളി ഗോൾഡൻ റോക്ക് റെയിൽവേ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. തിരുച്ചിറപ്പള്ളിയിൽ ഒളിവിൽ കഴിയവേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്കു ശേഷം ജയിൽ ചാടി രക്ഷപ്പെട്ട അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകി. 1944 കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ അധ്യക്ഷനും കോഫി ബോർഡ് യൂണിയന്റെ അഖിലേന്ത്യാ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു. AKGയുടെ സംഘടനാ മികവിന്റെ മികച്ച ഉദാഹരണമാണ് അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യൻ കോഫി ഹൗസ് സംരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാരാണെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ AKG കണ്ണൂർ ജയിലിൽ തടവറയിലായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ഉണ്ടാക്കിയ അതേ നിയമം അനുസരിച്ച് സ്വാതന്ത്ര്യത്തിനു ശേഷം AKGയെ വിചാരണ ചെയ്ത് ബഹുജന രോഷം പൊട്ടിപ്പുറപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്തു. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട AKG ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ച സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച് AKG കോൺഗ്രസ് നേതാവ് CK ഗോവിന്ദൻ നായരെ പരാജയപ്പെടുത്തി. 1952 സെപ്റ്റംബറിൽ AKG വിവാഹിതനായി. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുത്ത CK കുമാരപ്പണിക്കരുടെ അനന്തരവൾ സുശീലയായിരുന്നു വധു. പിന്നീട് സുശീല ഗോപാലൻ കേരളത്തിൽ മന്ത്രിയും പാർലമെന്റ് അംഗവുമായി.
1956 ഗുജറാത്ത് മഹാപ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. പഞ്ചാബിൽ 1958 നടന്ന നികുതി വിരുദ്ധ സമരത്തിലും സഹകരിച്ചു. AKGയുടെ മറ്റൊരു സമരമായിരുന്നു 1960 കർഷക ജാഥ. EMS സർക്കാർ പാസാക്കിയ കർഷക ബില്ല് നടപ്പിലാക്കണം എന്നതായിരുന്നു ജാഥയുടെ ആവശ്യം. അമരാവതി സത്യാഗ്രഹം ആരംഭിച്ചത് 1961 ജൂൺ 6 പ്രായവും അനാരോഗ്യവും അവഗണിച്ചാണ് അദ്ദേഹം സമരത്തെ വിജയത്തിലേക്ക് നയിച്ചത്. 1963 മുതളി കീരത്തോട് കുടിയിറക്കൽ പ്രതിഷേധിച്ച് അദ്ദേഹം നിരാഹാരം നടത്തി. 71 മിച്ചഭൂമി സമരത്തോടനുബന്ധിച്ച് മുഴുവൻ മുഗൾ കൊട്ടാരത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം വീണ്ടും അറസ്റ്റിലായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം CPIMൽ നിലകൊണ്ടു. ജീവിതകാലം മുഴുവൻ ജനകീയ പ്രവർത്തനങ്ങളിലും സമരങ്ങളിലും മുഴുകിയ അദ്ദേഹം 77 മാർച്ച് 22 അന്തരിച്ചു. ഇന്ത്യൻ പാർലമെന്റ് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് AKG. എൻ്റെ ജീവിതകഥയാണ് AKGയുടെ ആത്മകഥ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എൻ്റെ ജീവിതകഥയാണ് AKGയുടെ ആത്മകഥ. CPMന്റെ ദേശീയ ആസ്ഥാനവും ന്യൂഡൽഹിയിലെ AKG ഭവനാണ്. കേരള ഘടകത്തിന്റെ ആസ്ഥാനവും തിരുവനന്തപുരത്തെ AKG സെന്റർ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ നേതാവിന്റെ സ്മരണാർത്ഥമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മൊത്തമായി കണ്ടതിന് ശേഷം 1 or 2 പ്രാവശ്യം ഇത് കേൾക്കുക. അതിനുശേഷം PDF നോട്ട് വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ ബോളിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യത്തെ നിരയിൽ തന്നെ നിങ്ങളുടെ പേരുമുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ PYQ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാനോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ 10th ലെവൽ മെയിൻസ്, അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന 2025 യൂണിവേഴ്സിറ്റി LGS, അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, അതേപോലെ തന്നെ വരുന്ന VO VFA തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവരിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. 10 പൈസ മുടക്കില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മനസ്സും കയ്യിൽ മൊബൈൽ ഡേറ്റയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ആക്സസബിൾ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാം PDF നോട്ടും നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിളുമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി.